ജോസ് മാവേലി ഇവിടെ ജോസ് മാവേലി എനിക്ക് ഒറ്റ സംശയം. അല്ല ജോസ് മാവേലി ഇവിടെ കപിൽ സിബലിനെ പോലെ ഞാൻ ആ വക്കീൽ ലിസ്റ്റ് ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇത്ര പൈസ വാങ്ങുന്ന വക്കീൽമാരെ ഇറക്കാനും മാത്രം ഇവർക്ക് പണം എവിടുന്നാന്ന്? എന്താണ് ഇവരുടെ വരുമാന മാർഗം? അതിന് വേറെ സംഭവം. അതായത് ഇവിടെ പേ വിഷബാധ കമ്പനികൾ അവർ സ്പോൺസർ ചെയ്യാണ് വക്കീൽമാരൊക്കെ. അവർക്ക് വേണ്ട ലാഭമല്ലേ? ആൾക്കാർക്ക് പേ വിഷബാധ മരുന്ന് കുത്തിവെച്ചാൽ വേണ്ട പണം കിട്ടാണ്. അപ്പോൾ ഇവിടെ തെരുവുനായ്ക്കൾ ഇവിടെ വിലസണം, അതൊക്കെയാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഏതായാലും ഇപ്പം ഞാൻ പറയുന്ന പോയിന്റിലേക്ക് വരട്ടെ. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നമുക്ക് ഇവിടെ നിയമങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാരിന് മാതൃകയാക്കാൻ പറ്റും. കേരളത്തിൽ ജനങ്ങളുടെ എല്ലാവരും അഭിപ്രായം ഇപ്പം നീലകണ്ഠൻ സാർ പറഞ്ഞവർ തന്നെ നിങ്ങൾ തുടങ്ങി വെക്കൂ. അല്ലാതെ രാജേഷ് മന്ത്രി പറയുന്നത് എന്താണ്, ഇതെങ്ങനെ സാധ്യമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് യാതൊരു ഇച്ഛാശക്തിയില്ലാതെ പോയാൽ എന്ത് പറ്റും? എന്തായാലും ഇവരുടെ കണ്ണ് തുറപ്പിച്ചേ പറ്റൂ. കാരണം ഞങ്ങൾക്കിപ്പോൾ പവറായിട്ടുണ്ട്. സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചയുള്ളിൽ തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കേരള സർക്കാർ ഇതിന് അടിയന്തരമായിട്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങളൊരു വിമോചന സമരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. തെരുവുനായ വിമുക്ത കേരളം ഇവിടെ സാധ്യമാക്കും, ഒരു സംശയം വേണ്ട. കാരണം സുപ്രീം കോടതി വിധി നമുക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് തെരുവുനായ്ക്കളെ ഇവിടെ ഷെൽട്ടറാക്കാൻ മടി? അതുപോലെ തന്നെ തെരുവുനായ്ക്കളെ വനപ്രദേശങ്ങൾ കൊണ്ടുപോയി ഡോഗ് പാർക്കുകളാക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് മടി? അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ പാടില്ലേ മുഖ്യമന്ത്രിക്ക്? എന്തുകൊണ്ട് രാജേഷ് അതിനെ കുറിച്ച് പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ തെരുവുനായ ശല്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ ആ സമയത്തും എല്ലാ പട്ടികളും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ എന്തെങ്കിലും ഫലപ്രദമായി ചെയ്യുന്നവർക്കാണ് ഞങ്ങളുടെ വോട്ട് എന്ന് നാട് തീരുമാനിക്കണമെന്ന് അത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പ്രഖ്യാപനം നടത്താൻ ആർക്കാ പാട്? ഞങ്ങൾ പറയും ഞങ്ങൾ ചെയ്തോളാം പറയും. ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇവരൊക്കെ എല്ലാം ചെയ്യാന്ന് പറയുന്നല്ലാണ്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് വേണ്ടത് ഇതിന് സുപ്രീം കോടതി വിധി എന്തായാലും നല്ലൊരു വിധി വന്നിട്ടുണ്ട്. ഇത് നടപ്പിലാക്കിയേ ഞങ്ങൾ അടങ്ങുള്ളൂ. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. ജനങ്ങൾക്ക് ഒരു ആട്, കോഴി, താറാവ് കൃഷി ചെയ്യുന്ന അവർക്കൊക്കെ അവർ ജീവിതം പോയി. എത്ര ആൾക്കാരാണ് ഇപ്പൊ പറവൂർ ഒരു കൊച്ച്, ഒരു പാവം 3 വയസ്സുള്ള ഒരു കൊച്ച് ഇപ്പോൾ ചെവി പട്ടി കടിച്ച് മുറിച്ച് കളഞ്ഞേക്കാണ്. എന്നിട്ട് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ഓപ്പറേഷൻ സക്സസ് ആയില്ല. എന്നിട്ട് അവിടെ പഴുത്തിരിക്കുകയാണ്. പാവം കൊച്ചിന് ചെവി കട്ടിന് കളഞ്ഞിരിക്കുകയാണ്. എന്ന് ആലോചിച്ച് നോക്കിയാൽ കൊച്ചിനാണെങ്കിൽ അയാൾ സമ്മതിക്കോ? ഇവിടെ ഇതിന് പരിഹാരം കണ്ടേ മതിയാവൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കട്ടെ, പരിഹാരം കാണട്ടെ. ഹബീറ സർക്കാരിനോട് നമ്മുടെ അവസാന മിനിറ്റുകളാണ് എങ്കിലും സർക്കാരിനോട് ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇതിന്റെ ഏറ്റവും അനുഭവിക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി ദുരനുഭവം നേരിട്ടൊരു അമ്മ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണ് ഹബീറ? ഞാൻ ഹഷ്മി ഒരു കാര്യം, ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയുടെ വിധിയാണ്, തെരുവ് നായ്ക്കളെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നു. അപ്പോൾ ഇനിയുള്ള പരിഹാരം ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരാണ്. അല്ലാതെ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ച, ഒരു വാർത്തയാവുമ്പോൾ ഒരു ഷോ ഓഫ് മാത്രം കാണിക്കരുത്. എൻ്റെ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടുത്തെ മെമ്പർ കുറേ പട്ടിപ്പിടുത്തക്കാരെ കൊണ്ടുവന്ന്, പട്ടി എന്താ നമ്മുടെ വീട്ടിൽ ഇരിക്കുകയാണോ? പട്ടിയെ കാണിച്ചു കൊടുക്കാൻ ഞാൻ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും? അതിന് എവിടെ ഉണ്ടോ അവരവിടെ പോയി പിടിച്ചുകൊണ്ട് പോയി അതിനെ ഒരു ഷെൽട്ടർ ഒരുക്കുക. ഈ പഞ്ചായത്തിന് എത്രയോ ജോലിക്കാരുണ്ട്. അവർ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഹോട്ടലിലും കയറി കഴിഞ്ഞാൽ ഫുഡ് കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കാം. ഈ കേരളത്തിലുള്ള പട്ടിയെ എല്ലാം ഒരിടത്ത് ഷെൽട്ടർ ചെയ്യാൻ കോടതി പറഞ്ഞില്ലല്ലോ. അനുഭവം ഉണ്ടാവരുത് എന്ന അവസ്ഥയിൽ പറയുകയാണ്. അത് സർക്കാർ കേൾക്കണം. സുപ്രീം കോടതി വിധി പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയരുത്. ചെയ്യാൻ കഴിഞ്ഞ എന്തോ അത് ചെയ്യണം. ഇനി ഹബീറമാരുടെ അവസ്ഥ ഒരമ്മയ്ക്കും ഈ നാട്ടിൽ ഉണ്ടാവരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.